പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് നടൻ വിജയുടെ ദിവസമാണ്. വിജയുടെ ജനനായകൻ ഏറെ കാത്തിരിപ്പുകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒക്കെ ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ രാവിലെ 6 മണിക്ക് തന്നെ ഫാൻ ഷോ ഒക്കെ ആരംഭിച്ചു. ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ജനനായകൻ ജനമനസ്സുകൾ കീഴടക്കിയോ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ ഡൽഹിയിൽ CJPയുടെ പ്രതിഷേധം അതിപ്പോഴും പുരോഗമിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് തന്നെയാണ് അവരിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജിയാണ് ഈ സമരം നിർത്തുന്നതിനുള്ള ആകപ്പാടെയുള്ള ഒരു സൊല്യൂഷൻ എന്നാണ് അവർ പറയുന്നത്. ഇതിലുള്ള പുതിയ അപ്ഡേഷനുകളൊക്കെ നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. അനിശ്ചിതത്വങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ ജനനായകൻ തിയേറ്ററുകളിൽ ആവേശപൂർവ്വം വരവേറ്റ് വിജയ് ആരാധകർ. കേരളത്തിൽ ഫാൻ ഷോ തുടങ്ങിയത് 6 മണിക്ക്. തമിഴ്നാട്ടിൽ ആദ്യ ഷോ 9-ന്. CJP പ്രക്ഷോഭകരുമായി ചർച്ചയ്ക്ക് ശ്രമം തുടർന്ന് കേന്ദ്ര സർക്കാർ. വഴങ്ങാതെ സമരക്കാർ. ഇന്നലെ രാത്രിയും ജന്തർ മന്ദറിൽ കല്ലേറും സംഘർഷവും. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ ഡൽഹി പോലീസ്. സൻസദ് മാർഗിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷം ആവശ്യമുയർത്തും. സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി സർക്കാരിന്റെ പിങ്ക് ബസ് ഇന്നു മുതൽ. തുടക്കം തലസ്ഥാനത്ത്. ആദ്യ സർവീസ് തമ്പാനൂർ ടെക്നോ പാർക്ക് റൂട്ടിൽ. സർവീസ് വൈകിട്ട് 6 മുതൽ 10:45 വരെ. ശബരിമലയിലെ പുതിയ തന്ത്രിയെ തീരുമാനിക്കാനുള്ള ദേവസ്വം ബോർഡ് യോഗം ഇന്ന്. മകൻ ബ്രഹ്മദത്തനെ നിയോഗിക്കണമെന്ന് കണ്ഠരര് രാജീവര്. മാറ്റം ആവശ്യപ്പെട്ട് കത്ത് നൽകിയത് സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായതിനു പിന്നാലെ ആരോഗ്യ കാരണങ്ങളാലെന്ന് വിശദീകരണം. തലമുറ മാറ്റം അംഗീകരിച്ചാൽ ബ്രഹ്മദത്തൻ ചിങ്ങപ്പുലരിയിൽ ചുമതലയേൽക്കും. ഓണം പച്ചക്കറി കൃഷിക്ക് കഴിഞ്ഞ സർക്കാർ നൽകേണ്ട സബ്സിഡി വിഹിതം ഇനിയും നൽകിയില്ല. പ്രതിസന്ധിയിലായി തിരുവനന്തപുരം ചെങ്കലിലെ കർഷകർ. കഴിഞ്ഞ സർക്കാർ കുടിശ്ശികയാക്കിയത് വാഴയൊന്നിന് 100 രൂപ നിരക്കിലുള്ള നഷ്ടപരിഹാരം. ഹെക്ടർ കണക്കിന് പച്ചക്കറിക്കുള്ള സഹായവും കിട്ടിയില്ല. പുതിയ സർക്കാർ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. സഹപാഠികളായ പെൺകുട്ടികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി പിടിയിൽ. അറസ്റ്റിലായത് 3-ാം വർഷ വിദ്യാർത്ഥി വയനാട് സ്വദേശി ആബേൽ. ജാമ്യം അനുവദിച്ചതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നാടകീയ രംഗങ്ങൾ. പന്ത്രണ്ടാം ദിവസവും ഇറാനിലേക്ക് അമേരിക്കയുടെ ഉഗ്രാക്രമണങ്ങൾ. ഇറാൻ ഇറാഖ് അതിർത്തിയിൽ തുടർ മിസൈൽ വർഷം. ഹോർമുസിൽ വീണ്ടും ടാങ്കർ ആക്രമിച്ച് ഇറാൻ. ചെങ്കടലിൽ 2 സൗദി ടാങ്കറുകൾ ആക്രമിച്ച് കത്തിച്ചെന്ന് ഹൂതികൾ. ഇറാനെതിരായ പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങൾ ട്രംപുമായി പങ്കുവച്ച് മൊസാദിന്റെ പുതിയ തലവൻ. വിജയുടെ അവസാനമായി അഭിനയിച്ച ചിത്രം ജനനായകൻ രാവിലെ 6 മണിക്ക് തിയേറ്ററുകൾ റിലീസിനെത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ ആരാധകർ മുതൽ കൈക്കുഞ്ഞുമായി വരെ തിയേറ്ററിലെത്തിയ ആരാധകർ വിജയുടെ അവസാന ചിത്രം തിയേറ്ററിൽ കാണാനുള്ള ആവേശത്തിലാണ്. ഓൺലൈനിൽ പ്രിന്റ് ലീക്കായെങ്കിലും അതിൽ നിന്ന് ഒരു രംഗം പോലും കണ്ടിട്ടില്ലെന്ന് ഒരേ സ്വരത്തിൽ പറയുകയാണ് ഓരോ വിജയ് ആരാധകരും. MS ഹരികൃഷ്ണന്റെ റിപ്പോർട്ടിലേക്ക് പോകാം.
ജനനായകന്റെ ആദ്യ ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള കൂട്ടമാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ന്യൂ തിയേറ്ററിലാണ്. അവിടെ വിജയ് അണ്ണി ഫാൻസ് മകൾ. ഓക്കെ, ലൈക്ക് രാവിലെ 6 മണിക്ക്. പക്ഷെ അവസാനത്തെ സിനിമ എന്താണ്? ഒത്തിരി വിഷമമുണ്ട്. അണ്ണന്റെ അവസാനത്തെ മൂവിയാണ്. പക്ഷെ നമ്മൾ ഒരുപാട് കാത്തിരുന്ന് ഇപ്പോൾ തിയേറ്ററിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ അത് കാണാനുള്ള ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഇപ്പോൾ വന്നേക്കുന്നത്. പ്രിന്റൊക്കെ ലീക്ക് നിങ്ങൾ കണ്ടില്ലല്ലോ? നമ്മൾ കണ്ടില്ല. നമ്മൾ തിയേറ്ററിൽ കാണാൻ. നമ്മള് കണ്ടില്ല. അണ്ണന്റെ മൂവി തിയേറ്ററിൽ വരൂല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് എപ്പോഴായിരുന്നാലും തിയേറ്ററിലേ കാണുന്നുള്ളൂ എന്നുള്ള ഒരു ഇതിൽ തിയേറ്ററിൽ കാണുമെന്നുള്ള ഒരു ശബ്ദം എടുത്താണ് നമ്മളിന്ന് വന്നേക്കുന്നത് കാണാനായിട്ട്. പക്ഷെ മൂവി വിട്ടു പോയതിൽ ഒരുപാട് വിഷമം വരുന്നുണ്ട്. എങ്കിലും നമ്മളത് പോയാലും ഇപ്പൊ എപ്പോഴും നിയമസഭയിൽ കാണാം, മുഖ്യമന്ത്രി കാണുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു സിനിമ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. പക്ഷെ ലീക്കായപ്പോ വിഷമം ഉണ്ടായിരുന്നു. ലീക്കാവുമ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരി പേര് പറഞ്ഞു ലീക്കായി കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ കാണുന്നില്ല. നമ്മൾ തിയേറ്ററിൽ വരുമ്പോൾ അണ്ണന്റെ തിയേറ്ററിൽ വന്ന് കാണുന്നുള്ള ആ ഒരു ഇതിലിരിക്കുകയായിരുന്നു. എപ്പോ തൊട്ടാ വിജയ് ഫാനായി? പണ്ട് തൊട്ടേ വിജയ് ഫാനാ. കുഞ്ഞുനാൾ മുതലേ വിജയ് ഫാനാ. ഈ ചിത്രത്തിന് പ്രതീക്ഷ എന്താ? ഒന്നും കാണാത്തോണ്ട് ഞാൻ ചോദിക്കുന്നത്, എന്താണ് എക്സ്പെക്ടേഷൻ? ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നമുക്ക് നമ്മൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ വന്നേക്കുന്നത്. അവസാനത്തെ മൂവി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. പ്രിന്റ് ലീക്കായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഡിസിഷൻ എടുത്തതാണ്. നമ്മൾ തിയേറ്ററിൽ പോയേ കാണത്തുള്ളൂ, നമ്മളത് കാണത്തില്ല. നമുക്ക് ഒരുപാട് രീതിക്ക് ലിങ്കൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ നമ്മളാരും അത് കാണാൻ ശ്രമിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു മൂവ്മെന്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇത് മുഖ്യമന്ത്രി ആവുന്നതിന് മുന്നേ എടുക്കുന്ന സിനിമയാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ഒരു പാർട്ടി പരിപാടിയൊക്കെ ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണല്ലോ സെൻസർ ബോർഡുകാർ ഇത്രയും ബുദ്ധിമുട്ടിപ്പിച്ചതും ഒക്കെ. നമുക്ക് കാണുമ്പോൾ അറിയാം. നമ്മൾ ഇതൊരു സിനിമ കണ്ടില്ലല്ലോ, റിവ്യൂ അത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റും. ജനുവരി 9 റിലീസ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ജൂലൈ 23 ഈ ഒരു 7 മാസം എന്ന് പറയുന്നത് നിങ്ങൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ജേണി അല്ലല്ലോ, വെയിറ്റ് ചെയ്യണം. ഭയങ്കര കാത്തിരിപ്പായിരുന്നു. വലിയൊരു ജേണി തന്നെയായിരുന്നു അത്. അങ്ങനെ ഒരു 7 മാസത്തെ കാത്തിരിപ്പിന് ഇടയിലാണ് 7 മാസവും 14 ദിവസങ്ങളുമാണ് ജനുവരി 9 ശേഷം ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു കാത്തിരിപ്പാണ് ജനനായകന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളത്. ഏതായാലും നമ്മൾ കുറച്ചുകൂടെ ഫാൻസിന്റെ അടുത്തേക്ക് പോകാം. എക്സ്പെക്ടേഷൻ എന്താണ്, പ്രതീക്ഷ എന്താണ്? കൊള്ളാം. നമ്മളിപ്പോ നല്ല വൈബ് മൂഡിലാണ്. എന്നാലും എമോഷണൽ ആവും. കുറച്ച് കഴിയുമ്പോൾ അറിയാം കരഞ്ഞോണ്ട് ഇറങ്ങുന്നത്. എന്തായാലും കരയും. എമോഷണൽ ആണ്. കരയിപ്പിക്കല്ലേ. ഓൺലൈനിൽ പ്രിന്റ് ലീക്ക് ചെയ്യുന്ന ഉൾപ്പെടെ സാഹചര്യം ഉണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല, ചെത്താലും കാണില്ല. ഒരു സീന് പോലും ഞാൻ കണ്ടിട്ടില്ല. കാരണം നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫീഡിൽ കുറച്ച് വന്നായിരുന്നു, അതുപോലും ഞാൻ കണ്ടില്ല. പിന്നെ ഭഗവത് കേസരി സിനിമ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ സിനിമ പോലെ ടി വിയിലിട്ട് പോലും ഞാൻ കണ്ടില്ല. കാണണമെങ്കിൽ ഞാൻ തിയേറ്ററിലെ കാണുള്ളൂ എന്റെ സിനിമ. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, അത് വിഷമം ഉണ്ടാക്കുന്ന ഒരു ഘട്ടം കൂടെയാണ്. അങ്ങനെ എന്തോ പറയട്ട് വിഷമം ഉണ്ടായി. എനിക്ക് അതിനെ കുറിച്ച് എന്താണ് പറയട്ടെന്ന് പറഞ്ഞിട്ടാ. പക്ഷെ എന്തായാലും നമുക്ക് ഉള്ളിൽ ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ കാണൂല, നമ്മുടെ ഫാൻസ് ആരും കാണൂല. എന്തായാലും അണ്ണൻ്റെ ഇത് തിയേറ്ററിൽ വന്നാൽ മാത്രമേ കാണൂ മനസ്സിലുണ്ടായിരുന്നു. അതേപോലെ തിയേറ്ററിൽ വന്നപ്പോൾ വന്ന് നിൽക്കുന്നു. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് എടുക്കുന്ന സിനിമയാണല്ലോ. ഇപ്പൊ CM ആയതിനു ശേഷം ഈ സിനിമയ്ക്ക് പ്രസക്തി ഉണ്ടാവുന്നുള്ള ചോദ്യമുണ്ട്. സത്യത്തില് ഇതിന് മുന്നേ റിലീസായിരുന്നെങ്കിൽ വിജയ് തളപതിനെ വരത്തുള്ളായിരുന്നു. ഇനിയിപ്പോൾ CM വരത്തില്ലേ. അപ്പൊ അതിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ബോണസ് കിട്ടിയതുപോലെ അല്ലേ. അപ്പൊ എന്തായാലും ഒരു ഹിസ്റ്ററി ആയില്ലേ. ഒരു CMന്റെ സിനിമ നമുക്ക് ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റും. നമ്മൾ വിചാരിച്ചോ എപ്പോഴും തളപതി വിജയ് എന്ന് കണ്ടപ്പോൾ നമ്മളൊരു CMന്റെ സിനിമയാണ് കാണാൻ വന്നിരിക്കണം. അതിൽ കൂടുതൽ സന്തോഷമുണ്ട്. അല്ല, അപ്പൊ ഇപ്പം സിനിമ അവസാനത്തെ സിനിമയും കൂടിയാണ്, ഇനി സിനിമ ഇല്ല. ഓർമ്മിപ്പിക്കല്ലേ, കരഞ്ഞു. സത്യത്തിൽ കരഞ്ഞു. നല്ല വിഷമമുണ്ട്. അത് ഇപ്പൊ കാണാൻ പോകണമെന്നുള്ള ഒരു വൈബിൽ നിൽക്കുന്ന ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ആണ് എൻ്റെ എല്ലാം തിരിച്ചിടൂന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ടും കരയും. ചുമ്മാവേ കരയും. അവര് കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഇടുമ്പോഴത്തേക്ക് പിന്നെ കരയാതിരിക്കും. കരയും ഉറപ്പായിട്ടും. വിഷമമുണ്ട്. ഇനിയും എനിക്ക് അണ്ണൻ്റെ അടുത്ത് പറയാനുള്ളത് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ അടുത്ത 5 വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ അടുത്തുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു സിനിമ ഒരു 5 വർഷத்துக்கு ஒரு வாட்டி ஒரு படமாவது நடிங்கண்ணா ப்ளீஸ்ண்ணா. ஒரு கோரிக்கையாக கேட்டுக்கிறேன். ஒரு படமாவது ஒரு വർഷத்துக்கு ഒന്നും കൂടെ വേണ്ട, 5 വർഷத்துக்கு മതി. അതെങ്കിലും മതി. ഒന്നും ഇല്ലാത്തതിന് അതെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. ഒന്നുമില്ലാത്തതിന് അങ്ങനെയെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം. എക്സ്പെക്ടേഷൻ ഇല്ലാതിരിക്കോ? 2 വർഷമായി പടം വരില്ല. இப்போ வந்துட்டு தமிழ் 2 வருஷமா தமிழ்ல தளபதியோட படம் வரல. ஃபுல்லா பொலிட்டிக்ஸ்ல போய் அவர் அங்க வந்துட்டு சக்சஸ் ஆயிட்டு படம் வந்ததுனால ரொம்ப சந்தோஷமா இருக்கு. அது அவரோட டைட்டில் கார்டுக்கு படம் வந்துட்டு லீக் ஆனாலும் அந்த டைட்டில் கார்டு பார்க்கறதுக்கோசமே நம்ம வந்துட்டு
தேட்டருக்கு வந்துட்டு வரலாம். தமிழ்நாட்டில் வந்துட்டு 6 மணி ஷோ கிடையாது, இங்கே தான் 6 மணி ஷோ. அதனால கன்னியாகுமரியிலேருந்து நாங்கள் இங்கே வந்திருக்கோம். ஒரு கேள்வி, இது ஆன்லைன் பிரிண்ட் உள்பட லீக் ஆயிடுச்சு. அப்போ அந்த பிரிண்ட் லீக் ஆகும்போது உங்களுக்கு அதை பார்க்கறது ஒரு 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 சான்ஸ் இருக்கு. நீங்கள் அதை பார்த்துட்டியா, அதை சீன்ஸ் பார்த்துட்டியா? இல்லை, சீன்ஸ் வந்துட்டு இன்ஸ்டாகிராம்லேயே நம்ம ஸ்க்ரோல் பண்ணிட்டு இருக்கும்போதே சீன்ஸ் வரும். நான்லாம் பார்க்கவே இல்லை. நாங்கள் தளபதி ஹார்ட்கோர் ஃபேன்ஸ் வந்துட்டு யாருமே பார்க்க மாட்டாங்க. பார்த்துருந்தாலும் அந்த டைட்டில் கார்டு சிஎம் திரு ஜோசப் விஜய் அவர்கள் அது பார்க்கறதுக்கோசம் மட்டுமே நாங்கள் வருவோம். 7 மாதம் டிலே ஆயிருக்கு. ஜனவரி 9 ரிலீஸ் ஆகிட்டு இப்போ ஜூலை 23 ஆகிட்டு. சென்சர் இஷ்யூஸ் இடையில வர்றாரு, இடையில சிஎம்ஓ ஆயிடுச்சாரு. இந்த படம் ஆக்சுவலி சிஎம்முக்காக வந்து முன்னாடி வந்த சினிமா தானே. இப்போ ஆஃப்டர் சிஎம் ஆகும்போது சேஞ்சஸ் இருக்குமா, அது கரெக்டாக ஹிட் ஆகுமா ஒரு கேள்வி இருக்கு. எல்லாம் போனா சென்சர் போர்டுக்கு தனி ஃபேன்ஸ் இருக்கு. என்ன அப்படி சென்சர் போர்டுக்கு தனி ஃபேன்ஸ்? ஏன்னா 7 மாதம் டிலே ஆயிருக்குல்ல, பார்த்துப்போம். டைட்டில் கார்டு மாறினதுக்கு அவங்களுக்கு ஒரு நன்றி, பெரிய சல்யூட் அவங்களுக்கு. டைட்டில் கார்டு அது பாசிட்டிவாக எடுக்குது, அது பாசிட்டிவ். ஆனால் படம் டிலே. நான் வந்துட்டு சென்னையிலேருந்து ஜனவரி 9ஆம் தேதி படம் பார்க்குறது. சென்னையிலேருந்து இங்கே வந்தேன். இங்கே வந்துட்டு படம் வந்துட்டு பொங்கல் தாண்டி ரிலீஸ் ஆகும், பொங்கலில் ரிலீஸ் ஆகும். நான் ஃபுல்லாக இங்கே தான், சென்னை போகாமல் இங்கே தான் நின்னேன் ஒரு மாதம் ஃபுல்லாக தளபதி படத்துக்காக. அதுக்கப்புறம் நான் வந்துட்டு ஃபீல் பண்ணி தான் போனேன். திருப்பி போயிட்டு அதுக்கப்புறம் திடீர்னு வந்துட்டு லாஸ்ட் வீக் பிஃபோர் வீக் வந்துட்டு படம் வந்துட்டு 23ஆம் தேதி வருது அப்படின்னு சொல்லியிருந்தாங்க. அதுக்கோசம் சென்னையிலேருந்து இப்போது நேற்றுக்கு ஆஃப்டர்நூன் தான் 1 மணிக்கு தான் வந்தேன் சென்னையிலேருந்து. இங்கே வந்துட்டு டேரெக்டாக இங்கே தான் நைட்டு ஃபுல்லாக இங்கே தான். വിജയ് അതെ, വിജയണ്ണൻ്റെ കട്ട ഫാനായതുകൊണ്ട് വാവയും കൊണ്ടുവന്നു. വാവേനെ ആദ്യമായിട്ടാണ് എൻ്റെ പടം കാണിക്കണമെന്നൊരാഗ്രഹം, അങ്ങനെ വന്നതാണ്. റിലീസ് നേരത്തെ ജനുവരിയിൽ ഇറങ്ങുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കാണാൻ പറ്റാത്തതിൽ. മാറ്റി വയ്ക്കാൻ വേണ്ടി കുറേ പ്രാർത്ഥിച്ചു. സത്യം മാറ്റി വെക്കലെന്ന് ആഗ്രഹിക്കുന്നു. അതെ, ലാസ്റ്റ് ഫിലിം ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ള മകൾറണിയുടെ പ്രസിഡൻ്റാണ് ഞാൻ. അപ്പം ഞങ്ങൾ 7 ഫാൻസ് ഷോ കണ്ടക്ട് ചെയ്ത് സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് 8ാമത്തെ ഒരു ഷോ ആണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷോയും മിസ്സാവും. പിന്നെ എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ള വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സന്തോഷമായി. ഞാൻ ചോദിക്കാതിരിക്കുകയായിരുന്നു റിലീസ് ഡേറ്റ് മാറ്റി വെച്ചത് വിഷമമായോ എന്നുള്ളത്. പക്ഷേ സന്തോഷമായിരുന്നു. ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും മാറ്റി കിട്ടുമോ. ലാസ്റ്റ് നിമിഷം വരെ റിലീസ് ആവുമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ മാറില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. പിന്നെയാണ് അത് മാറ്റി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. പേര് നക്ഷത്ര. നല്ലൊരു എക്സ്പെക്റ്റേഷനാണ്. പിന്നെ തളപതി വിജയണ്ണൻ്റെ ലാസ്റ്റ് മൂവിയാണ്, അതിൻ്റെ വിഷമമുണ്ട്. പിന്നെ CM അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. CM വിജയ് എന്നുള്ളൊരു ടൈറ്റിൽ കാർഡും കാണാമല്ലോ, പോസിറ്റീവ് നോട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം പുള്ളിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. അതായത് തമിഴ് സിനിമയിൽ ഫസ്റ്റ് പുള്ളീനെ കളിയാക്കി പുള്ളി അതൊരു ഇതായിട്ട് ഇൻസ്പിറേഷൻ അല്ലല്ലോ, സോറി. അതെ. അപ്പം പുള്ളി അതിലൊരു എന്താ പറയുക, ഇനിയും ജയിച്ച് കാണിക്കണം എന്നുള്ള ഒരു വെറിയെന്ന് അറിയത്തില്ലേ, അതിൽ പുള്ളി ഇളയ തളപതിയിൽ നിന്ന് തളപതിയിൽ നിന്ന് അടുത്ത ഒരുപാട് പൊളിറ്റിക്കൽ പരമായിട്ട് എതിർപ്പുകൾ വന്നപ്പം പുള്ളിക്ക് പൊളിറ്റിക്കൽ വരണമെന്ന് പറഞ്ഞിട്ട് കുറേ നാൾ മുമ്പുള്ള 2008 മുതൽ വർക്ക് ചെയ്യുന്നതാണ്, മനസ്സിലായി. അപ്പോൾ പുള്ളിയുടെ ഒരു പ്ലാനിങ്, ഒരു ബേസ്മെൻ്റൊക്കെ ഇട്ട് പുള്ളി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഈ ഒരു സമയത്ത് കറക്റ്റായിട്ട് വരേണ്ട സമയത്ത് കറക്റ്റായിട്ട് വന്ന് അടിച്ചിരിക്കുകയാണ്. ഓൺലൈൻ പ്രിന്റ് ലീക്ക് ആയപ്പോൾ എന്ത് തോന്നുന്നു? ഞങ്ങൾ കണ്ടില്ല ബ്രോ. കാരണം തളപതി വിജയണ്ണൻ്റെ സിനിമ നമ്മൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണും. അതാണ് നമ്മുടെ ഒരു ഇത്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ ന്യൂ തിയേറ്ററിലെ കാഴ്ച മാത്രമാണുള്ളത്. ഇതുപോലെ പല സെൻറ്റേഴ്സിലും രാവിലെ മുതൽ തന്നെ ഹൗസ്ഫുൾ ഷോസും ഉണ്ട്, ആരാധകരുടെ കൂട്ടമുണ്ട്. അപ്പോൾ സിനിമയുടെ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് കാണാം. തിരുവനന്തപുരത്തേതുപോലെ തന്നെ കേരളത്തിലെമ്പാടും വിജയ് ആരാധകർ വലിയ ആവേശത്തിലാണ്. കൊച്ചിയിലും ജനനായകൻ കാണാൻ വലിയ തിരക്കാണുള്ളത്.
ആക്ച്വലി ജനനായകൻ ജനുവരിയിൽ പൊങ്കലിന് റിലീസാവേണ്ട ചിത്രമായിരുന്നു. പക്ഷെ ഒരുപാട് പ്രതിസന്ധികൾ താണ്ടി ഇപ്പം എന്താ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും ഇപ്പം വിജയ് സാറ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ ഒരു പടം റിലീസാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. കാരണം നമുക്കൊരു സെലിബ്രേഷനാണ് മോർ ദാൻ ഒരു ഫിലിം. കാരണം ഇത്രയും നാള് അദ്ദേഹം തന്നിട്ടുള്ളത്, സിനിമയിൽ തന്നിട്ടുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം ചേർത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രിബ്യൂട്ട് തന്നെയാണ് ജനനായകന്റെ റിലീസ്. ജനനായകൻ എന്ന് പറഞ്ഞാൽ പുള്ളിയില്ലാത്ത ഒരു ദിവസമല്ല ന്യൂസിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വ്യത്യസ്തമായിട്ടുള്ള തമിഴ്നാടിനെ ഓരോരോ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു അപ്രതീക്ഷിതമായിട്ട് ഹോസ്റ്റലുകളിൽ സഞ്ചരിക്കുന്നു, മറ്റേ ഹോസ്പിറ്റലിൽ പോകുന്നു, അങ്ങനെ പല പല അക്ഷരാർത്ഥത്തിൽ ജനനായകനാണ്. ഇനിയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ജനനായകൻ കണ്ടിട്ട് നമുക്ക് നോക്കാം ഈ പടം എന്തിനാണ് തടഞ്ഞു വെച്ചതെന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലായി. ഇല്ല, കുറേ തവണ വെയിറ്റ് ചെയ്ത് ഈ മൂവി വേണ്ടിയിട്ടാണ്. ഞങ്ങൾ തമിഴ്നാട്ടിൽ കുറേ പരിപാടി സെലിബ്രേഷൻ ഉണ്ടാവും. ഇവിടെ സെലിബ്രേഷൻ ഒന്നുമില്ല. അത് കാണുമ്പോൾ കുറച്ച് ഇതാണ് ആവശ്യമുണ്ട്. പിന്നെ ഈ മൂവിക്ക് 2 years വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈറ്റിൽ കാർഡ് മുൻപ് ഇത് തലപതി വിജയാണ്. ഇപ്പോൾ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് എങ്കിൽ തലപതി ഇപ്പോൾ വിജയ് ഇത് ചീഫ് മിനിസ്റ്ററാണ്. സോ ആ ടൈറ്റിൽ കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമുണ്ട്. വിജയ് ജനനായകനാണെന്ന് ഓൾറെഡി തെളിയിച്ചാണല്ലോ. പക്ഷെ വിജയ് എന്ന് പറഞ്ഞ ആക്ടറും ഒരു സ്റ്റാറും സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം CM ആണെങ്കിലും ഒരു 1.5 കൊല്ലം കൂടുമ്പോൾ 2 കൊല്ലം കൂടുമ്പോൾ ഒരു സിനിമയൊക്കെ ചെയ്യാവുന്നതാണ്. വിജയ് എന്ന് പറയുമ്പോൾ സെലിബ്രേഷൻ പ്ലസ് ജനങ്ങളുടെ ജനനായകനാണ് റിയൽ ലൈഫിൽ, അല്ലേ? അപ്പൊ ആ വിജയ് കംബാക്ക് അടിക്കണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വിജയ് തീർത്തും പരിപൂർണമായിട്ട് സിനിമയിൽ നിന്ന് വിട്ടു പോകുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് വിജയ് തിരിച്ചു വരും എന്നുള്ളൊരു ഇത് തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആജ്ഞ, ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ്, സന്തോഷത്തിലാണ് എന്നുള്ള കാര്യം ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമായി. വിജയുടെ അവസാന ചിത്രമാണ്, അതിന്റെ ഒരു സങ്കടം അവർക്കുണ്ടോ? എന്താണ് എല്ലാവരുടെയും പ്രതികരണങ്ങൾ? അനുശ്രീ, നമ്മളെ കണ്ടതുപോലെ ആദ്യം സിനിമയ്ക്ക്, അതായത് തിയേറ്ററിനുള്ളിലേക്ക് കയറുന്നതിന് മുൻപുള്ള റെസ്പോൺസ് ആണ്. എന്തായാലും തിയേറ്ററിൽ നിന്ന് വലിയ ആരവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ എറണാകുളത്ത് വനിതാ തിയേറ്ററിലാണ് ഉള്ളത്. നിലവിൽ ഇവിടെ എങ്ങും ആരുമില്ല, എല്ലാവരും സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും റെസ്പോൺസ് പോലെ തന്നെ അനുശ്രീ പറഞ്ഞ പോലെ തന്നെ വിജയുടെ അവസാനത്തെ സിനിമയാണ്. അതുകൊണ്ട് തന്നെയും അത് മാത്രമല്ല, അദ്ദേഹം CM ആകുന്നതിന് മുൻപ് തന്നെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന സിനിമ, അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളും മറ്റു ചില പ്രശ്നങ്ങളും സെൻസർ ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ഇത്രയധികം കാലം നീണ്ടു ഇടയ്ക്ക് സിനിമ ലീക്ക് ചെയ്തു. എന്നിട്ട് പോലും 30 കോടിയാണ് ഇപ്പോൾ പ്രീ ബുക്കിംഗ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. എങ്ങനെയാണ്? അതായത് 15,000 ടിക്കറ്റുകൾ പെർ മിനിറ്റ് എന്നുള്ള കണക്കോ ആ ഒരു കണക്കിലാണ് അത് പോയിരിക്കുന്നത്. എന്തായാലും 1.2 കോടിയിലധികം ആളുകളാണ് നേരത്തെ ഈ സിനിമ ലീക്കായ സമയത്ത് കണ്ടിരുന്നത് എന്നാണ് കണക്ക്. പക്ഷേ അങ്ങനെ ഒരു വ്യാജ പതിപ്പ് ഇറങ്ങിയ ഒരു സാഹചര്യത്തിൽ പോലും ജനനായകൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ജനുവരി മുതൽ വലിയ കാത്തിരിപ്പായിരുന്നു. അതായത് ദളപതി വിജയുടെ അവസാനത്തെ ചിത്രം അദ്ദേഹം പ്രഖ്യാപിച്ച ശേഷമുള്ള അവസാനത്തെ ചിത്രം ജനനായകൻ റിലീസാകുന്നു എന്നുള്ള ഒരു കാര്യമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് ഈ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾക്കൊടുവിൽ സിനിമയുടെ റിലീസ് ഒടുവിൽ ഇന്ന് ജൂലൈ 23 വരെ ആയി. പക്ഷേ വലിയ ആരാധക വൃന്ദമാണ് നമുക്ക് രാവിലെ ഇവിടെ കാണാൻ കഴിയും. വലിയ തിരക്കുമാണ്. എല്ലാ തിയേറ്ററുകളും ഫുള്ളാണ് കൊച്ചിയിൽ ഇപ്പോൾ ഉള്ളത്. 6 മണിയുടെ ഷോയിൽ എല്ലാ തിയേറ്ററുകളും ഫുള്ളായിരുന്നു. അടുത്ത ടിക്കറ്റും, അതായത് അടുത്ത ഷോ 10 മണിക്കാണ്. 10 മണിക്കുള്ളതിലും നമുക്ക് ടിക്കറ്റുകളെല്ലാം ഫില്ലായതായിട്ട് കാണാൻ കഴിയുന്നത്. എന്തായാലും എത്ര കോടി, അതായത് 100 കോടി തന്നെ ഓപ്പണിംഗിൽ കളക്ട് ചെയ്യുമോ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെ ഒരു കാത്തിരിപ്പിലാണ് ആരാധകരുള്ളത്. എന്തായാലും സിനിമ ലീക്കായതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയൊന്നും ഇല്ല. അതിന്റെ എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് സിനിമ ലീക്കായ സാഹചര്യവും എഡിറ്ററെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതൊരു വലിയ ഒരു തിരിച്ചടിയായിട്ട് ജനനായകന് വന്നിട്ട്. പക്ഷേ സിനിമ അദ്ദേഹം TVK രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടായ രാഷ്ട്രീയ ചർച്ചകൾക്കുമൊക്കെ സിനിമ ഒരു പ്രചാരണ ആയുധമാക്കുമെന്ന് ഭയപ്പെട്ടിട്ടാണോ ഇത്തരത്തിൽ ഈ സിനിമയെ ഇത്ര കാലം റിലീസ് തടഞ്ഞതും? പിന്നീട് അതിന്റെ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായപ്പോഴും പിന്നെയും അദ്ദേഹത്തിന് ഈ ജനനായകൻ നൽകിയ സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നങ്ങൾ, അത്ര നിരവധി തർക്കങ്ങളും പ്രശ്നങ്ങൾക്കും ഒടുവിലാണ് ഇന്ന് സിനിമ വെള്ളിത്തിരിയിൽ എത്തുന്നതും.
ആളുകൾ ഫാൻസ് അസോസിയേഷന് വലിയ കാത്തിരിപ്പുണ്ട്. പക്ഷെ പലരും പറയുന്നതും ഈ CM ആയി പക്ഷേ ദളപതി വിജയ് എന്നുള്ള നിലയിൽ അദ്ദേഹം തുടരണം. അതായത് ഈ കാലഘട്ടത്തിനിടയിൽ ഒരു 2 മാസമോ 3 മാസമോ എടുത്ത് വർഷത്തിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഈ 5 വർഷത്തിനിടെ 1-2 സിനിമയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രസൻസ് നിലനിർത്തണമെന്നുള്ള ആഗ്രഹവും ഫാൻസ് അസോസിയേഷൻ പലരും മീൻസ് അങ്ങനത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ജനനായകൻ സിനിമ വലിയ വിജയമാകുമെന്ന് തന്നെയാണ് ആളുകളുടെ പ്രതീക്ഷയും. അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സിനിമ പോലെ തന്നെ അദ്ദേഹം ജനനായകനായ ശേഷം ആണ് ഇപ്പോൾ സിനിമയും തിയേറ്ററിലെത്തുന്ന വലിയ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത ശേഷം അവസാനത്തെ സിനിമ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ജനനായകൻ ഇത്ര വലിയ തിരിച്ചടിയേക്കേണ്ടി വന്നതും ഇത്ര വലിയ പ്രതിസന്ധികളിലൂടെ ഒരു സിനിമ കടന്നുപോയതും. അങ്ങനെ തന്നെയാണ്. എന്തായാലും അതൊക്കെ തരണം ചെയ്ത് അദ്ദേഹം ശരിക്കും അതായത് തമിഴ്നാട് ജനതയുടെ ജനനായകനായ ശേഷമാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ജോസഫ് വിജയ് എന്നുള്ള ടാഗ്ലൈൻ തിയേറ്ററുകളിലെല്ലാം കാണാം. അതിനുശേഷം ദളപതി വിജയ് എന്നുള്ളതിൽ നിന്ന് മാറിയ ശേഷം അതും ആരാധകർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അനുശ്രീ, ശരി, അങ്ങനെ ഏറെ കാത്തിരിപ്പിനൊടുവിൽ വിജയുടെ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. വിജയുടെ അവസാനത്തെ സിനിമയാണ് എന്നുള്ള ഒരു സങ്കടം എല്ലാ ആരാധകരിലുമുണ്ട്. ഫാൻ ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 9 മണിയോടെയൊക്കെ തന്നെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ജനനായകൻ എല്ലാവർക്കും ഇഷ്ടമായോ, അതോ വിജയുടെ അവസാന ചിത്രം എന്നുള്ള നിലയിൽ എല്ലാവരും സങ്കടത്തിലാണോ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതൊക്കെ ഇനി നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. CJP സമരക്കാരുമായി ചർച്ചയ്ക്കുള്ള ശ്രമങ്ങൾ തുടർന്ന് കേന്ദ്ര സർക്കാർ. എന്നാൽ ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്നലെ രാത്രിയുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. സൻസദ് മാർഗിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇന്നും പാർലമെന്റിൽ പ്രതിഷേധമുയർത്തും. രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ച് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാർത്ഥി പ്രക്ഷോഭം രാഷ്ട്രീയവൽക്കരിക്കരുത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായിട്ടുണ്ട്. അതൊന്നും രാഹുൽ ഗാന്ധി കണ്ടില്ലെന്ന് നടിക്കുന്നു. ചില ചോദ്യപേപ്പർ ചോർച്ച മാത്രം കാണുന്നത് എങ്ങനെ? വിദ്യാർത്ഥി അനുകൂല നിലപാടാകും. പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും നദ്ദ. यूपीए की और यूपीए के सपोर्टेड सरकारों को, जिसे हम इंडी गठबंधन कहते हैं, इंडी अलायंस कहते हैं, उनकी गवर्नमेंट्स के बारे में आपने क्यों नहीं चर्चा की? क्यों आपने अपने आप को उससे अलग रखा? ये स्पष्ट बताता है कि आपका उद्देश्य छात्रों का हित नहीं है. आपका उद्देश्य एजुकेशन में बढ़ोतरी हो, एजुकेशन की क्वालिटी में बढ़ोतरी हो, स्टूडेंट्स को जस्टिस मिले, इसमें आपका इंटरेस्ट नहीं है. आप स्टूडेंट्स के विषयों को, डिमांड्स को लेकर के आप पॉलिटिकल माइलेज लेना चाहते हैं, राजनीतिक रोटियां सेकना चाहते हैं, जो कि दुर्भाग्यपूर्ण है. लेकिन मैं इस मोड़ पर एक बात जरूर कहना चाहूंगा कि यह समय ये नहीं है कि हमारी सरकारें, आपकी सरकारें, तुम्हारी सरकारें, इस तरीके से हम इन चीज़ों को विभाजित करें. ये गंभीर मसला है और जैसा मैंने आपके सामने कुछ नाम गिनाए, ये बड़ी लंबी लिस्ट है जिसमें यूपीए की सरकारें इन्वॉल्व हैं जहां पेपर लीक हुआ है. लेकिन हम आरोप प्रत्यारोप से बाहर निकल करके हमें इस पर चर्चा करनी चाहिए. और चर्चा करने का जो सबसे अच्छा माध्यम है वो है सदन, वो है पार्लियामेंट, और हम चर्चा के लिए तैयार हैं. ये 25वां दिन है मेरे अनशन का. ആശുപത്രിയിൽ നിന്ന് വീഡിയോ സന്ദേശവുമായി സോനം വാങ്ചുക്ക്. ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും 25 ദിവസത്തിനിടെ 11 കിലോ കുറഞ്ഞെന്നും സോനം വാങ്ചുക്ക് പറഞ്ഞു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടികൾ പാടില്ല. നിയമ നടപടി ഉണ്ടാവില്ലെന്ന് ഉറപ്പ് ലഭിച്ചാൽ നിരാഹാരം അവസാനിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ സോനം വാങ്ചുക്ക് പറഞ്ഞു. दिन है मेरे अनशन का. 25वें दिन तक लगभग मेरा 11 किलो वज़न कम हुआ है और काफ़ी मांसपेशियाँ कम होने लगी हैं, मगर ठीक ही हूँ. कल मैं
रात को यहाँ गुड़गांव के एक निजी अस्पताल में लाया गया हूँ सफदरजंग से, और मैं दाद देना चाहता हूँ उन सभी छात्रों को जिन्होंने इतने शांतिपूर्ण तरीके से खुद पर लाठियाँ खाते हुए वापस कोई हमला ना करते हुए, हालांकि बहुत उकसाने पर भी और कुछ तत्वों को पत्थर फेंकने के लिए लाए जाने पर भी आपने सब्र से काम लिया। मैं बहुत ही मेरा दिल पिघल गया इससे। ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് സിജെപിയുടെ നിലപാട്. അതുവരെ സമരം തുടരാനാണ് തീരുമാനം. ഡൽഹിയിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി വി ആർ കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, സിജെപി കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഒരു പരിഹാരമുണ്ടാകാത്ത ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്നും അവർ പറയുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുമുണ്ട്. ഇന്നെങ്കിലും ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടാകുമോ? സിജെപിയുടെ പ്രതിഷേധക്കാരുമായി കേന്ദ്ര സർക്കാരിന്റെ ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ചർച്ചയാവാം എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടില്ല. അതായത് സിജെപി ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അല്പം മുൻപ് അഭിജിത് ദീപ്കെ രാവിലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴും പ്രധാന ആവശ്യമായി മുന്നോട്ട് വെച്ചത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ആ രാജിയല്ലാതെ ചർച്ചയ്ക്കില്ല എന്നൊരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു ചർച്ചയ്ക്ക് അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചയ്ക്കുള്ള സാധ്യതകൾ മങ്ങുകയുമാണ്. പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സിജെപിയുടെ തീരുമാനം. രാജ്യവ്യാപകമായി ഈ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ സംസ്ഥാനങ്ങളിൽ യുവാക്കൾ രംഗത്തെത്തുന്നുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന് ശക്തമായ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുക എന്ന സാഹചര്യത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ എത്തുന്നത്. പക്ഷേ അനിശ്ചിതത്വം തുടരുകയുമാണ്. എന്തായാലും സിജെപിയുമായി ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് കേന്ദ്ര സർക്കാർ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. ഇന്നലെ രാത്രി JP നഡ്ഡ ഇത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ചർച്ചകൾക്ക് ഇതുവരെ ഒരു സാധ്യത തെളിഞ്ഞിട്ടില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയല്ലാതെ മറ്റു പോംവഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസിന് പിന്നാലെ സിജെപിയും ആ നിലപാടിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. മറ്റൊന്ന്, പാർലമെന്റ് ഇന്നും സ്തംഭിക്കാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധങ്ങൾക്കാണ് ലോക്സഭയും രാജ്യസഭയും സാക്ഷ്യം വഹിച്ചത്. ലോക്സഭയിൽ പ്രധാനമായും ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. നിലവിൽ പുറത്തു വന്ന അജണ്ട അനുസരിച്ച് നീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് പാർലമെന്റിന്റെ പരിഗണനയിലില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിലോ മറ്റോ ആവും ഇക്കാര്യത്തിൽ ചർച്ച നടക്കുക. ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ഇക്കാര്യത്തിൽ ലോക്സഭയിൽ വ്യക്തമാക്കിയത് ഒരു ചർച്ചയാവാം, അതിന് എല്ലാ കക്ഷികളുമായി കൂടിയാലോചിച്ച് ചർച്ചയ്ക്കുള്ള സമയം തീരുമാനിക്കാം, ചർച്ചയാകാം എന്നൊരു നിലപാടാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്നലെ അറിയിച്ചത്. പക്ഷേ അതിനോട് അനുഭാവപൂർണ്ണമായ ഒരു പ്രതികരണമല്ല പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ഇന്നലെ രാത്രി 8:30യോടുകൂടി കൊണാട്ട് പ്ലേസിനടുത്തെ ടോൾസ്റ്റോയ് മാർഗിലും സംഘർഷം ഉണ്ടായി. ഈ സംഘർഷത്തിൽ 5 പോലീസുകാർക്ക് പരിക്കേറ്റു. പോലീസുകാർക്ക് നേരെ കല്ലേറും കുപ്പികളും വലിച്ചെറിയുകയായിരുന്നു. ഇത് വലിയ തോതിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സംഘർഷം രൂക്ഷമാക്കുകയും ചെയ്തു. ഏതാണ്ട് 15 മിനിറ്റോളം ഈ സംഘർഷം നിലനിൽക്കുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയത്. കൂടുതൽ കേന്ദ്രസേനയെ സൻസദ് മാർഗിലടക്കം ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ വിന്യസിച്ചിട്ടുമുണ്ട്. മെട്രോ സ്റ്റേഷനുകളിലടക്കം കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇന്നും ഒരുപക്ഷെ തുടർന്നേക്കും. എന്തായാലും വലിയ ജാഗ്രതയിൽ തന്നെയാണ് ദില്ലി ഉള്ളത്. സമാനമായ സാഹചര്യം തന്നെയാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനം മുംബൈയിലാണ്. മുംബൈയിൽ 15 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദില്ലിയിലെ സമരക്കാർക്ക് ഐക്യദാർഢ്യവുമായി നിരവധി യുവാക്കളാണ് രംഗത്തെത്തുന്നത്. 400ഓളം പേരെ കസ്റ്റഡിയിലെടുത്തു. ജൂലൈ 18 മുതൽ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലായി യുവാക്കൾ ഒത്തുകൂടി ഈ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം മുംബൈയിലുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഗുജറാത്തിലും 400ഓളം പേരെ കരുതൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഗുജറാത്ത് സർവകലാശാലയ്ക്ക് പുറത്ത് കഴിഞ്ഞ ദിവസം ഈ സമരത്തിന് ഐക്യദാർഢ്യവുമായി വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അങ്ങനെ രാജ്യ തലസ്ഥാനത്തിന് പുറത്തേക്കും ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ട്. എന്തായാലും ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. പക്ഷേ അപ്പോഴും ചർച്ചയ്ക്കുള്ള സാധ്യത തെളിയുന്നില്ല. CJP കടുത്ത നിലപാടിൽ തന്നെയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞ ഒരു വിട്ടുവീഴ്ചയ്ക്കും CJPയും ഇല്ല, കോൺഗ്രസുമില്ല. സമാനമായ നിലപാട് തന്നെയായിരിക്കും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സ്വീകരിക്കുക. ഇന്ന് പാർലമെന്റും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. അനുശ്രീ. ശരി, VR കാർത്തികാണ് കൂടുതൽ വിശദാംശങ്ങൾ.
ഇപ്പോൾ ജനനായകന്റെ ഫസ്റ്റ് ഹാഫ് ഷോ കഴിഞ്ഞ് ഇന്റർവെല്ലിന് എല്ലാവരും പുറത്തിറങ്ങുന്ന ഒരു ദൃശ്യങ്ങളാണ് കൊച്ചിയിൽ നിന്ന് വരുന്നത്. അവിടെ നിന്ന് ആജ്ഞ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആജ്ഞ, ആദ്യ പകുതി കണ്ടിറങ്ങുമ്പോൾ ആൾക്കാരുടെ പ്രതികരണമൊക്കെ എങ്ങനെയാണ്? അനുശ്രീ, എന്തായാലും നമ്മളോടൊപ്പം വിജയ് ഫാൻ ഉണ്ണിക്കണ്ണനുണ്ട്. നമുക്ക് ചോദിക്കാം. എന്തായാലും ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ടല്ലോ ജനനായകൻ തുടങ്ങിയിട്ട്. ഒരുപാട് ആകാംക്ഷയുടെ കാത്തിരുന്ന സിനിമയാണ്. ഒരുപാട് ആകാംക്ഷയാണ്, ഭയങ്കര സന്തോഷമാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. എനിക്ക് എന്താ പറയാ, രക്തബന്ധമല്ല കർമ്മബന്ധം കൊണ്ട് എനിക്കൊരു ഏറ്റുണ്ട്. അതാണ് ജോസഫ് വിജയൻ, നമ്മുടെ വിജയാണ്. എന്റെ ജീവിതം മാറ്റിമറിച്ച് ഒന്നുമല്ലാത്ത ഉണ്ണിക്കണ്ണന് പടം കലക്കി, അടിപൊളി. എത്ര എന്നല്ല, ഇത് അതൊന്നുമല്ല, അതിന്റെ അപ്പുറം പോകും. ഇത് വലിയ ചരിത്രം കുറിക്കുന്ന ഒരു പടമാണ്. സെറ്റാണ്, അടിപൊളിയാ. തളപതി, ആൽവേസ് തളപതി. സൂപ്പർ, അടിപൊളി, മാസ്. തളപതി താങ്ക എപ്പോമേ പൊളി പൊളി പൊളിച്ച്. കൊറേ ലാസ്റ്റ് സിനിമ ആയതുകൊണ്ട് പൊളിച്ചിട്ടുണ്ട്. ടൈറ്റിൽ മുടിച്ച്, ടൈറ്റിൽ കറിയാൻ മുടിച്ച്. ആണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് ജനനായകൻ. എന്താ പറയുന്നേ? ഒരു സെക്കൻഡ് അനുശ്രീ, ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? പീക്കാർന്നു. നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എൻട്രി ഞാൻ താമസിച്ചാണ്, എൻട്രി കാണാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് പൊളിച്ചു, കറന്നു, ഇഷ്ടപ്പെട്ടു. വിജയ് എന്താ ഇലക്ഷൻ മുമ്പ് ഇറക്കിയാൽ ഇതിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടിയത്. ഇലക്ഷൻ കഴിഞ്ഞാണ് അതിന് അഭിനയം സപ്പോർട്ട് ഉണ്ട്. നല്ല സിനിമ. എല്ലാം സീൻ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും സന്തോഷം, എനിക്ക് സന്തോഷം. അതും ഇലക്ഷന് ശേഷം ആകുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ സിനിമേനകത്ത് തന്നെ. ഇഷ്ടപ്പെട്ടു. ഇത്രയധികം പ്രതിസന്ധി തരണം ചെയ്തു എന്നുള്ളതിന്റെ എല്ലാ വൈബുണ്ട്. എല്ലാ വൈബുണ്ട്. വിജയ് നല്ല കുക്കരെ ചെയ്തിട്ടുണ്ട്. അവസാന സിനിമ എന്തായാലും കളിക്കും. ഹലോ ഹലോ, നല്ല സിനിമ, അതായത് വിജയുടെ ഒരു പക്ക മാസം മൂവി. കുറെ നാളായിട്ട് മൊബൈൽ വന്നിട്ട് കാണാണ്ട് വെയിറ്റ് ചെയ്ത് കണ്ടപ്പോടോ ഇന്റർവെല് വരെ ആഘോഷിച്ച്, അതായത് അവസാനം ആഘോഷിക്കാൻ പറ്റിയൊരു സിനിമയാണ്. ഇനി ഇങ്ങനെ കാണാൻ പോലും പറ്റില്ല. കാരണം രാവിലെ തന്നെ ഫാമിലി ആയിട്ട് തന്നെ 6 മണി ഷോ ബുക്ക് ചെയ്ത് വന്നു. അയ്യോ, ഒരു രക്ഷയില്ല. കാത്തിരുന്ന സിനിമയാണിത്. പിന്നെ അല്ലാണ്ട് പിന്നെ ഒന്നും വാക്കുകൾ പറയാനില്ല. നോ വേർഡ്സ്. അടിപൊളി. ആണെങ്കിൽ കുളിച്ച അവസ്ഥയിലാണ് CM. ഞാൻ അടുത്തത് തലപതി പടം ഇത്രേ ഉള്ളൂ. വിജയ് സാറിന്റെ അവസാന പടമാണ്, അത് കലക്കിയിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഫാൻസിനൊക്കെ ആഘോഷിക്കാനുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഹാഫ് കൂടി ഉണ്ട്, അതുകൂടെ കണ്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു. ഇതുവരെ ഹാപ്പി, ഭയങ്കര ഹാപ്പി. ഒന്നും പറയാനില്ല, തളപതി തൂക്കി, ഒരു രക്ഷയില്ലാത്ത പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര നൈസാണ്, എല്ലാരും പോയി കാണാം, തീർച്ചയായും നൈസ്. ഹലോ, എങ്ങനെയുണ്ട് ഫസ്റ്റ് ഹാഫ്? എങ്ങനെയുണ്ട്? എന്നാലും അനുശ്രീ, ഫസ്റ്റ് ഹാഫ് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. ഇത് പ്രത്യേകിച്ച് ഫാൻസ് മൂവി എന്ന് വേണം പറയാൻ. അത്തരത്തിലുള്ള അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇത്ര കാലം കാത്തിരുന്നത് ദളപതി വിജയ് CM വിജയ് ആയ ശേഷം അദ്ദേഹത്തിന്റെ അവസാന സിനിമ കാണുന്ന ഒരു ആകാംക്ഷയും ആവേശവും ഒക്കെ തിയേറ്ററിൽ കാണുന്നതിന് നമുക്ക് അറിയാം. എനിക്ക് ചുറ്റുമുള്ള നിരവധി ആൾക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള കമന്റുകളാണ് ഇപ്പം നമ്മളോട് പങ്കുവച്ചത്. അങ്ങനെയാണ്. എന്തായാലും നിലവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു അഭിപ്രായമാണ്, നല്ല അഭിപ്രായമാണ്. എന്ത് പറയുന്നു? ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അതെ, സെക്കൻഡ് ഹാഫിനായിട്ട് എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടി. നല്ല അഭിപ്രായമാണ്, നന്നായിട്ടുണ്ട്. പൊളിപ്പനാണ്, അടിപൊളി, ഒന്നും പറയാനില്ല. വിജയന്റെ എന്താ പറയാ, ഡാൻസ്, സ്റ്റണ്ട്, ഇതൊക്കെ വേറെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ആ തരത്തിലുള്ള സെറ്റപ്പാണ്. ആക്ഷൻ കൊണ്ട് രോമാഞ്ചം വരും, അങ്ങനെയുള്ള ഫീലിങ്സ് ആണ്. എന്നാലും അനുസരിച്ച് നമുക്ക് കൂടുതൽ അഭിപ്രായം എന്തായാലും സെക്കൻഡ് ഹാഫോടെ കഴിഞ്ഞിട്ട് അറിയാൻ കഴിയും തോന്നുന്നു. സിനിമ എങ്ങനെയുണ്ട്, ഫസ്റ്റ് ഹാഫ്
ഇതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായമാണല്ലോ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. എന്തായാലും സിനിമ എങ്ങനെയുണ്ട്? ഈ പറയുന്നത് പ്രതീക്ഷിച്ചതുപോലെ 100 കോടി ആദ്യ ഓപ്പണിംഗിൽ തന്നെ കളക്ട് ചെയ്യുമ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും അറിയാനുള്ളതിൽ വലിയ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെയാണ് സെക്കൻഡ് ഹാഫിലും ആളുകൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, ജനനായകൻ ഫസ്റ്റ് ഹാഫ് കണ്ട് പുറത്തിറങ്ങിയ ആളുകളൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. വിജയ് ആരാധകർ ജനനായകൻ നെഞ്ചിലേറ്റിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ 9 മണിക്കായിരിക്കും ഫാൻ ഷോ ആരംഭിക്കുക. ആരാധകരൊക്കെ വലിയ ആഘോഷത്തിലാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം കേരളത്തിലും വ്യാപിക്കുകയാണ്. SFI പ്രവർത്തകർ ഇന്ന് ലോക് ഭവനിലേക്ക് മാർച്ച് നടത്തും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. KSUവും AISFും സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം നടത്തിയിട്ടുണ്ട്. ജന്തർ മന്ദർ സമരത്തിന് ഐക്യദാർഢ്യവുമായി രാത്രി മാനവീയം വീതിയിൽ ഒത്തുചേരലുണ്ടാകും. ഇറാനിൽ തുടർച്ചയായ 12ാം ദിവസവും US ബോംബാക്രമണം. ബുഷഹർ, അഹ്വാസ്, സിരിക് എന്നീ പ്രമുഖ നഗരങ്ങളിലായിരുന്നു ആക്രമണം. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പൽ ആക്രമിച്ചാൽ തിരിച്ചടിയായി ഇറാന്റെ പാലങ്ങളോ വൈദ്യുത നിലയങ്ങളോ തകർക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ചെങ്കടലിൽ 2 കപ്പലുകൾ ആക്രമിച്ചെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. ഇറാൻ കരാറിലെത്തിയാൽ തയ്യാറല്ലെന്നും എന്നാൽ ഉടൻ കരാറിലെത്തേണ്ടി വരുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. The stock market has said, and that's with this skirmish we have going on. I call it a skirmish. This is with this skirmish we have with the Islamic Republic of Iran, and I call it that because let me tell you, they're getting hit so hard, and they want to make a deal. But I say they're not ready to make a deal. Because every time they make a deal, they want to change it and everything. They're not ready. They'll be ready very soon. നന്ദന ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നന്ദന, അവിടെ ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. ഇറാൻ കരാറിലേക്ക് എത്താൻ തയ്യാറാണെങ്കിലും അതിന് US തയ്യാറല്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആക്രമണം കൂടുതൽ ശക്തമാകുന്നു, ശക്തി പ്രാപിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അനുശ്രീ, ഇറാനിൽ തുടർച്ചയായി 12ാം രാത്രിയിലും US ബോംബാക്രമണം ഉണ്ടായിരിക്കുകയാണ്. ബുഷഹർ, അഹ്വാസ്, സിരിക്, ഖുസസ്താൻ, ഹോമസ്ഗാൻ എന്നീ പ്രദേശങ്ങളിൽ ശക്തമായ സ്ഫോടനം നടന്നതായാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ഇറാഖ് അതിർത്തിയിൽ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആക്രമണത്തിൽ 11 പേർക്ക് പരിക്കേൽക്കുകയും 2 പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പൽ ആക്രമിച്ചാൽ മറുപടിയായി ഇറാന്റെ പാലങ്ങളോ വൈദ്യുത നിലയങ്ങളോ തകർക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ടെഹ്റാന്റെ പ്രതിരോധ നയം ഐ ഫോർ ആൻ ഐ എന്നതാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയ്ക്ക് മേൽ നാവിക ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് യമനിലെ ഹൂതി വിഭാഗം. ചെങ്കടലിലൂടെ സഞ്ചരിച്ച 2 സൗദി എണ്ണക്കപ്പലുകൾക്കു നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായാണ് ഹൂതി സംഘത്തിന്റെ അവകാശവാദം. ഇതിനിടയിൽ USഉം സൗദി അറേബ്യയും തമ്മിൽ നിർണായക ആണവ സഹകരണ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കരാർ നിലവിൽ വരുന്നതോടെ സൗദി അറേബ്യയിലെ റിയാദിന് സിവിലിയൻ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി വികസിപ്പിക്കാൻ അവസരമൊരുക്കും. ക്രൂഡ് ഓയിൽ വില വർധനവ് തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെഡ് ക്രൂഡ് വില ബാരലിന് $96 എത്തി. ഇത് ജൂൺ 8 ശേഷമുള്ള ഏറ്റവും ഉയർന്ന ക്രൂഡ് ഓയിൽ വിലയാണ്. ഇറാന് നേരെ US വീണ്ടും ആക്രമണം നടത്തിയതും ചെങ്കടലിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളുമാണ് ഈ എണ്ണവില ഇത്രയും കുതിച്ചുയരാൻ കാരണം. ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന എൻസീലിയ, ലൈല എന്നീ 2 സൗദി എണ്ണക്കപ്പലുകൾക്കു നേരെ വൻ ആക്രമണം നടത്തിയതായാണ് ഹൂതി വിഭാഗത്തിന്റെ അവകാശവാദം. ഒരേ സമയം ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. 2 കപ്പലുകൾക്കും വൻ തീപിടുത്തവും ഭീകരമായ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷമായി സൗദി അറേബ്യ യമനിലെ ജനങ്ങൾക്ക് മേൽ നടത്തുന്ന ഉപരോധത്തിന് മറുപടിയായാണ് ഈ തിരിച്ചടികളെന്ന് ഹൂതി വിഭാഗം അവകാശപ്പെടുന്നു. ഹനുശ്രീ. ശരി, നന്ദനയാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ശബരിമല തന്ത്രിസ്ഥാനത്തെ തലമുറ മാറ്റത്തിന് ഇന്ന് ചേരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടാകും. തന്ത്രിയെ ബോർഡിന് നിശ്ചയിക്കാമെന്ന് ഹൈക്കോടതി.
സ്പെഷ്യൽ കമ്മീഷണറെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തന്ത്രി സ്ഥാനമാറ്റം ബോർഡ് ചർച്ച ചെയ്യുന്നത്. ആരോഗ്യ കാരണങ്ങളാൽ തന്നെ ഒഴിവാക്കി മകൻ ബ്രഹ്മദത്തിനെ തന്ത്രിയാക്കണമെന്ന് കണ്ഠരര് രാജീവര് ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായതിന് പിന്നാലെയാണ് രാജീവര് മാറ്റം ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. ബ്രഹ്മദത്തിനെ തന്ത്രിയായി നിശ്ചയിച്ചാൽ ചിങ്ങം 1 ചുമതലയേൽക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ മുഖാമുഖം പാനലിലും തന്ത്രി മഹേഷ് മോഹനർക്കൊപ്പം ബ്രഹ്മദത്തിനെ ഉൾപ്പെടുത്തും. സ്ത്രീകൾക്ക് രാത്രി യാത്രയ്ക്കായി ഇന്നു മുതൽ പിങ്ക് ബസ്. തിരുവനന്തപുരം തമ്പാനൂരിലാണ് ആദ്യ സർവീസ്. വൈകിട്ട് 6 മുതൽ രാത്രി 10:45 വരെ ആയിരിക്കും പിങ്ക് ബസ് സർവീസ് നടത്തുക. ഓണത്തിന് പച്ചക്കറി കർഷകർക്ക് സർക്കാരിന്റെ കൈത്താങ്ങില്ല. പ്രതിഷേധവുമായി തിരുവനന്തപുരം ചെങ്കലിലെ കർഷക കൂട്ടായ്മ കഴിഞ്ഞ വർഷത്തെ ഓണം കൃഷിയുടെ സബ്സിഡി വിഹിതവും ഇതുവരെ നൽകിയില്ലെന്നാണ് ആക്ഷേപം. ചെങ്കൽ കീഴ്ക്കൊല്ല ഏലായിലെ 6 ക്ലസ്റ്ററുകളിലെ കർഷകരാണ് പ്രതിഷേധവുമായി എത്തിയത്. ഓണത്തിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ നാളിതുവരെ ഓണത്തിന് സാധാരണ നൽകാറുള്ള ഒരു കൈത്താങ്ങും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടില്ല എന്നതാണ് കർഷകരുടെ പ്രധാന പരാതി. കഴിഞ്ഞ ഓണത്തിന് ക്ലസ്റ്റർ 1 നൽകേണ്ട 1.5 ലക്ഷത്തോളം രൂപയുടെ സബ്സിഡിയും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ 100-ലധികം കർഷകർ നമ്മളെ ഏലായിലുണ്ട്. എല്ലാവരും പച്ചക്കറിയും വാഴയും കൃഷി ചെയ്യുന്നവരാണ്. പിന്നെ നമുക്കിവിടെ പ്രധാന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സർക്കാർ നമ്മളെ അവഗണിച്ചതുപോലെയാണ്. കൃഷികളെല്ലാം നശിച്ചു പോകണം. പലരും ഇവിടെ കൃഷി ചെയ്ത് നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥയാണ്. പ്രകൃതിക്ഷോഭമായി 2021 മുതൽ ഞങ്ങൾക്ക് യാതൊരു പൈസയും കിട്ടുന്നില്ല. വിള ഇൻഷുറൻസ് 24-25 വർഷത്തെ വിള ഇൻഷുറൻസ് അത് കിട്ടുന്നില്ല. 2025 ഓണക്കാല പച്ചക്കറി കൃഷിക്ക് എന്ന് പറഞ്ഞൊരു സബ്സിഡി ഉണ്ട്. ഹെക്ടർ ഒന്നിന് 25,000 രൂപ ക്രമത്തിൽ. ഈ പൈസയ്ക്ക് അന്ന് അപേക്ഷ കൃഷിഭവനിൽ സ്വീകരിച്ചതല്ലാതെ യാതൊരു പൈസയും നാളിതുവരെ നമുക്ക് കിട്ടിയില്ല. കഴിഞ്ഞ സർക്കാർ മാറിയപ്പോൾ അവസാനം പൈസ എല്ലാം കിട്ടും എന്നാണ് നമ്മൾ എല്ലാ കർഷകരും പ്രതീക്ഷിച്ചത്. പക്ഷേ യാതൊരു പൈസയും നമുക്കിതുവരെ കിട്ടിയില്ല. വാഴ 1-ന് 100 രൂപ നിരക്കിൽ 10,000-കണക്കിന് വാഴകൾക്കും ഹെക്ടർ കണക്കിന് പച്ചക്കറി കൃഷിക്കുമാണ് നഷ്ടപരിഹാരം നൽകാതെ സർക്കാർ ഒളിച്ചു കളിക്കുന്നത്. മാത്രമല്ല 2023 മുതലുള്ള വിള ഇൻഷുറൻസും മുടങ്ങിക്കിടക്കുകയാണ്. ആത്മഹത്യക്ക് വട്ടായി നിൽക്കുകയാണ് എല്ലാ കർഷകരും. കൃഷി മേഖല മൊത്തത്തിൽ തകർച്ചയിലാണ്. 5 കൊല്ലം കൊണ്ട് ഒരു ആനുകൂല്യം നമുക്ക് കിട്ടുന്നില്ല. പണ്ടാണെങ്കിൽ വാഴ കൃഷിയും പച്ചക്കറിക്കും ചെറിയ ആനുകൂല്യം വന്നുകൊണ്ട് 5 വർഷം കൊണ്ട് ഒരു ആനുകൂല്യം കിട്ടുകയില്ല. വാഴ പൊടിഞ്ഞ പൈസ 2 വർഷത്തെ പൈസ കിട്ടാനുണ്ട്, അതും കിട്ടുന്നില്ല. വെള്ളമില്ല. കൃഷിക്കാർ എന്ത് ചെയ്യും? വേറെ ഒരു മാർഗവും ഇല്ല. ഓരോ ഓണക്കാലം വരുമ്പം ലോഡ് കണക്ക് മലക്കറിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കയറ്റി വിടുന്നത്. എക്സ്പോർട്ടിങ്ങിനും വലിയ സൂപ്പർ മാർക്കറ്റിലും. ഇപ്പോൾ ഒരു സാധനം നമുക്ക് ഉൽപ്പാദിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരു കർഷകരുടെ ഒരു കൂട്ടായ്മ കൂടിയിരിക്കുന്നത്, പ്രതിഷേധ യോഗമായിട്ടാണ് കൂടിയിരിക്കുന്നത്. കാലാകാലങ്ങളിൽ സർക്കാർ തരേണ്ട കൃഷി ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇൻഷുറൻസിൻ്റെ പൈസ ഒരുപാട് പൈസ കിട്ടാനുണ്ട്, അതും കിട്ടുന്നില്ല. പച്ചക്കറി ഈ പ്രാവശ്യം ഒരു മരം പച്ചക്കറി സ്കീമേ ഈ സർക്കാർ നടത്തിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കീമും തന്നിട്ടില്ല. ചെങ്കൽ നെയ്യാറ്റിൻകര കൃഷിഭവൻ പരിധിയിലുള്ള ഈ കർഷകരുടെ പരാതികൾക്ക് മറുപടി നൽകേണ്ടത് സർക്കാരാണെന്ന നിലപാടിലാണ് കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ. കൃഷിവകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരത്തിനുൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച് വകുപ്പിന് കൈമാറിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഓണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മരണത്തിന് ശേഷവും 5 പേർക്ക് ജീവന്റെ പ്രതീക്ഷ പകർന്ന് കൊല്ലം കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കുരിപ്പുഴ സ്വദേശിയുമായ ബി അജിത് കുമാർ. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുടുംബത്തിന്റെ സമ്മതത്തോടെ അദ്ദേഹത്തിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്തു. ഇതോടെ 5 രോഗികൾക്കാണ് പുതുജീവന്റെ പ്രതീക്ഷ ലഭിക്കുന്നത്. അജിത് കുമാറിന്റെ ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗിക്ക് നൽകും. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും കൈമാറും. മറ്റവയവങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധ ആശുപത്രികളിലെ രോഗികളിൽ മാറ്റിവെക്കും. സ്ട്രോക്കിനെ തുടർന്ന് ഞായറാഴ്ച വൈകിട്ടാണ് ബി അജിത് കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സ തുടരുന്നതിനിടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെ 5 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. പൊതുരംഗത്ത് നിൽക്കുന്ന എല്ലാവരെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ എന്ന് കാട്ടിക്കൊടുത്ത് ഇന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീ അജിത്തിൻ്റെ മരണം എന്നത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അജിത്ത് മരണപ്പെട്ടു എന്ന് ഇപ്പോഴും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്തായാലും അജിത്തിൻ്റെ മരണശേഷം അജിത്തിൻ്റെ അവയവങ്ങളിലൂടെ 5 ആളുകൾക്ക് വീണ്ടും ജീവൻ കൊടുത്തു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. അത് അജിത്തിൻ്റെ കുടുംബക്കാർ, അജിത്തിൻ്റെ ജ്യേഷ്ഠനും അതുപോലെ സഹോദരിയും ഒക്കെ ചേർന്നെടുത്തൊരു തീരുമാനമാണ്. അത് തീർച്ചയായും പണ്ട് അജിത്തും ഇത് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ സംസാരത്തിലൂടെ മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ
അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നാൽ അവയവദാനം ചെയ്യുന്നതിന് താല്പര്യമുണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൊല്ലം കോർപ്പറേഷൻ മുനിസിപ്പൽ ടൗൺ ഹാളിലും കുരിപ്പുഴ ഗവൺമെന്റ് UP സ്കൂളിലും പൊതുദർശനത്തിന് വെച്ച ശേഷം വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. സ്വന്തം ജീവിതം അവസാനിച്ച ശേഷവും മറ്റുള്ളവർക്ക് ജീവന്റെ പ്രതീക്ഷ പകർന്ന B. അജിത് കുമാറിന്റെ അവയവദാനത്തിന്റെ മഹത്വം സമൂഹത്തിന് ഓർമ്മപ്പെടുത്തുന്ന മാതൃകാപരമായ പ്രവർത്തനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് 18 കൊല്ലം. MBBS വിദ്യാർത്ഥിനികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച വിദ്യാർത്ഥി പിടിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി വയനാട് സ്വദേശി ആബേലാണ് പിടിയിലായത്. ആബേൽ 13ഓളം സീനിയർ വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങളാണ് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്. കേസിൽ ആബേലിന് കോടതി ജാമ്യം അനുവദിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ആബേലിനെതിരെ ചുമത്തിയതെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. പാലാ നഗരസഭയിൽ കോൺഗ്രസ് വിമതയായി വിജയിച്ച മായ രാഹുൽ ചെയർപേഴ്സണായേക്കും. നിലവിൽ വൈസ് ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന മായയെ പിന്തുണച്ചാൽ കോൺഗ്രസ് സഖ്യം എന്ന ചർച്ചയും ഒഴിവാക്കാൻ കേരള കോൺഗ്രസ് എം കരുതുന്നു. കോൺഗ്രസ് കൌൺസിലർ ലിസിക്കുട്ടിയും പരിഗണനയിലുണ്ട്. വൈസ് ചെയർമാൻ പദവിയും കോൺഗ്രസിൽ നിന്ന് ജയിച്ച കൌൺസിലർമാർക്ക് നൽകാനാണ് സാധ്യത. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, പാലാ നഗരസഭയിലെ പ്രതിസന്ധി അത് ഒഴിയാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയായിരിക്കും? മായ രാഹുൽ തന്നെ ചെയർപേഴ്സൺ ആകാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നഗരഭരണം വീണതോടെയാണ് പുതിയ നഗരസഭാ അധ്യക്ഷ ആരെന്ന ചർച്ച തുടരുന്നത്. പാലാ നഗരസഭയ്ക്കുള്ളത്. പാലാ നഗരസഭയിൽ വിജയിച്ച മായ രാഹുൽ തന്നെ ചെയർപേഴ്സൺ ആയേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. നിലവിൽ വൈസ് ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന മായയെ പിന്തുണച്ചാൽ കോൺഗ്രസ് സഖ്യം എന്ന ചർച്ച ഒഴിവാക്കാൻ കേരള കോൺഗ്രസ് എം കരുതുന്നുണ്ട്. കോൺഗ്രസ് കൌൺസിലർ ലിസിക്കുട്ടിയും പരിഗണനയിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, തുടരാം. സ്ഥാനത്തേക്ക് എത്തും എന്ന തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ലിസിക്കുട്ടി എന്ന കോൺഗ്രസ് കൗൺസിലർ നിലവിൽ അവർ പുറത്താക്കപ്പെട്ടു. അവരെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന മായ രാഹുൽ. ശരി, ജി ശ്രീജിത്താണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കേരള കൗമുദി പത്തനാപുരം പുനലൂർ ലേഖകൻ പുനലൂർ ഇടമൺ പച്ചയിൽ വീട്ടിൽ M. ബാഹുലേയൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. പുനലൂർ ടൗൺ പ്രസ് ക്ലബ് സെക്രട്ടറി, CPI ഇടമൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം, ശ്രീനാരായണ പെൻഷനേഴ്സ് കൌൺസിൽ പുനലൂർ യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്നുച്ചയ്ക്ക് 12-ന് വീട്ടുവളപ്പിൽ നടക്കും. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ കുമരനെല്ലൂർ 1-ാം വാർഡിലെ മുഴുവൻ വീടുകളിലും ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. ട്രിബ്യൂട്ട് ബൈ ബ്രോണക് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒരു വീട്ടിൽ ഒരു ഫലവൃക്ഷത്തൈ എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി. ഇതിന്റെ ഭാഗമായി കാരശ്ശേരി പഞ്ചായത്തിലെ 1-ാം വാർഡ് കുമാരനെല്ലൂരിൽ എല്ലാ വീടുകളിലും ഫലവൃക്ഷത്തൈ വെച്ചുപിടിപ്പിക്കും. ട്രിബ്യൂട്ട് ബൈ ബ്രോണിക് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. വാർഡിലെ 500 വീടുകളിലും ഫലവൃക്ഷത്തൈ നടും. വാർഡ് മെമ്പർ ജംഷീദ് ഒളകര നേതൃത്വം നൽകും. പ്ലാവ്, മാവ്, റംബൂട്ടാൻ ഉൾപ്പെടെയുള്ള 12 ഇനം തൈകളാണ് വെച്ചുപിടിപ്പിക്കുന്നത്. ഓരോ വീട്ടുകാർക്കും വേണ്ട ഒരു ഫലവൃക്ഷത്തൈ തിരഞ്ഞെടുക്കാം. തൈകൾ കൈകളിൽ നൽകുന്നതിന് പകരം വീടുകളിലെത്തി നട്ട് വളമിട്ട് നൽകും എന്നതാണ് പ്രത്യേകത. മാവ്, പ്ലാവ്, റംബൂട്ടാൻ, കരിവേപ്പില, അങ്ങനെ ഒരുപാട് തൈകൾ 10-12ഓളം തൈകൾ നമ്മുടെ വാർഡിലുള്ള വീട്ടുകാർക്ക് സെലക്ട് ചെയ്തെടുക്കാം. ആ സെലക്ട് ചെയ്ത ഭാഗമായി ഒരു തൈ ഒരു വീട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച് കൊടുക്കാൻ സോഡിയ എന്ന് പറഞ്ഞ കമ്പനി, സ്വകാര്യ കമ്പനിയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി വാർഡിൽ മുഴുവൻ നമ്മളിത് ആരംഭിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും ഈ തൈകൾ എത്തിച്ചു കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് മുഴുവൻ വീടുകളിലും ഈ തൈകൾ നട്ടുപിടിപ്പിച്ച് ഫലവൃക്ഷ തൈകൾ വളർത്തിയെടുക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ആബിദ് കുമാരനെല്ലൂർ, KM അഷ്റഫ് അലി, ട്രിബ്യൂട്ട് ബൈ ബ്രോണിക് ഗ്രൂപ്പ് കോർഡിനേറ്റർ റസീല എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്. പാലാ നഗരസഭയിൽ കോൺഗ്രസ് വിമതയായി വിജയിച്ച മായ രാഹുൽ ചെയർപേഴ്സണായേക്കും. നിലവിൽ വൈസ് ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന മായയെ പിന്തുണച്ചാൽ കോൺഗ്രസ് സഖ്യം എന്ന ചർച്ചയും ഒഴിവാക്കാൻ കേരള കോൺഗ്രസ് എം കരുതുന്നുണ്ട്. കോൺഗ്രസ് കൌൺസിലർ ലിസിക്കുട്ടിയും പരിഗണനയിലുണ്ട്. വൈസ് ചെയർമാൻ പദവിയും കോൺഗ്രസിൽ നിന്ന് ജയിച്ച കൌൺസിലർമാർക്ക് നൽകാനാണ് സാധ്യത. കൂടുതൽ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, മായ രാഹുൽ തന്നെ ചെയർപേഴ്സൺ ആയേക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ?
മായ തന്നെ ആകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് മറ്റ് രണ്ട് വനിതകളുള്ളത് കോൺഗ്രസിന്റെ തന്നെയാണ്. കോൺഗ്രസ് പക്ഷെ അവരെ പുറത്താക്കിയെങ്കിലും കോൺഗ്രസിൽ നിന്ന് ജയിച്ച ആളാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് മായയെ പിന്തുണച്ചാൽ അതൊരു കോൺഗ്രസ് വിമത മാത്രമാണ്, സ്വതന്ത്ര അംഗമാണ് ഫലത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് സഖ്യം എന്ന പേര് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കാനും ആകുമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഉൾപ്പെടെയുള്ള വിലയിരുത്തൽ. സമയം ഈ വിമതരായി പുറത്തു വന്ന അംഗങ്ങളുടെ അഭിപ്രായം കേട്ട ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാകുക. നിലവിൽ എന്തായാലും മായ തന്നെ ആകും. മായ നിലവിൽ വൈസ് ചെയർപേഴ്സൺ ആണ്, നിലവിൽ ആക്ടിംഗ് ചെയർപേഴ്സണായി പാലാ നഗരസഭയിൽ ഇരിക്കുകയാണ്. ആ നിലയിലാണുള്ളത്. ലിസിക്കുട്ടിയുടെ സാധ്യതയും ഈ പട്ടികയിലുള്ളതിൽ ഒരു മുതിർന്ന അംഗം എന്ന നിലയിൽ ലിസിക്കുട്ടിയുടെ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾക്ക് തന്നെ, അതായത് 2 പേരാണ്, പിന്നെ പുരുഷന്മാരായി ടോണിയും ഒപ്പം തന്നെ ബിജു മാത്യൂസുമാണുള്ളത്. ടോണി തൈപ്പറമ്പിൽ ഒരുപക്ഷെ വൈസ് ചെയർമാൻ പദവിയിലേക്ക് എത്തും എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. കാരണം ബിജു പാലുപ്പടവൻ കേരള കോൺഗ്രസ് എമ്മിന്റെ കക്ഷി നേതാവ്, അദ്ദേഹത്തെ ആക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടെങ്കിലും ഈ അധികാരത്തിലേക്കില്ല തങ്ങളെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ പോകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ എന്തായാലും കാണുന്നില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് തിരക്ക് പിടിച്ച ചർച്ചകൾ പാലായിൽ തുടരുകയാണ്. ശരി, ജി ശ്രീജിത്താണ് കൂടുതൽ വിശദാംശങ്ങൾ. കാസർഗോഡ് ജില്ലയിലെ തീരദേശ മേഖലകളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷമാവുകയാണ്. പകൽച്ചൂടിൽ മാലിന്യങ്ങൾക്കടിയിൽ കൂടുന്ന ഇവ വൈകുന്നേരങ്ങളിൽ വീട്ടുമുറ്റത്തും കടകളിലും കൂട്ടമായി എത്തുന്നു. ഇവയുടെ സ്രവങ്ങളിൽ കാണുന്ന പരാതവിര മനുഷ്യരുടെ ശരീരത്തിനുള്ളിൽ ചെന്നാൽ മസ്തിഷ്ക ജ്വരത്തിന് വരെ കാരണമാകും. ശരീരത്തിൽ കൊണ്ടാൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായും നാട്ടുകാർ പറയുന്നു. മഴക്കാലമായതോടെ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷമാണ്. കാസർഗോഡ് ജില്ലയിൽ തീരപ്രദേശങ്ങളിലാണ് പലയിടത്തും ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യമുള്ളത്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് പള്ളിക്കര പഞ്ചായത്തിലാണ്. പള്ളിക്കര പഞ്ചായത്തിലെ മൗവലിലാണുള്ളത്. ഇവിടെ വലിയ തോതിൽ ബുദ്ധിമുട്ടാണ് ആഫ്രിക്കൻ ഒച്ചിനെ കൊണ്ടുണ്ടാക്കുന്നത്. നമ്മോടൊപ്പം ഇവിടുത്തെ മെമ്പർ തന്നെ ചേരുന്നു, ഷാഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് നിലവിൽ ഈ ആഫ്രിക്കൻ ഒച്ചുമായി ബന്ധപ്പെട്ട നിങ്ങൾ നേരിടുന്ന പ്രശ്നം? ഞങ്ങൾ വലിയ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഞങ്ങൾക്ക് ഈ ഭാഗത്തുള്ള പള്ളിക്കര പഞ്ചായത്തിലെ തീരദേശത്തുള്ള ഏകദേശം വാർഡുകളിൽ തന്നെ കൃഷി അതുപോലെ വീടുകളിലൊക്കെ ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. ഒന്നാമത് ചെയ്യുന്ന കൃഷി നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ വീടുകളിൽ എല്ലാം ഈ മതിലുകളിൽ അതുപോലെ വീടിനകത്തെ ഒക്കെ ഇത് അഴിഞ്ഞ് വന്ന് അത് വിഷപദാർത്ഥങ്ങൾ ഇതിൻ്റെ വിഷപദാർത്ഥങ്ങൾ കൊണ്ട് നമ്മളെ കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കല്ലേ വളരെ ആരോഗ്യപരമായി ഭീഷണിയാകുന്ന രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒച്ച ശല്യം ഇതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി മറ്റുള്ള അതിരുടെ ഭാഗത്തു നിന്ന് അതിന് യാതൊരു തരത്തിലുള്ള ഒരു പ്രതിവിധിയും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കുട്ടികൾക്ക് ചൊറിച്ചിൽ, അതുപോലെ തന്നെ മറ്റ് കുടിവെള്ള സ്രോതസ്സുകൾ, അതുപോലെ തന്നെ ഈ ബോർവെൽ അടക്കമുള്ള ഈ കുടിവെള്ള സ്രോതസ്സുകളിലൊക്കെ ഇത് കടന്നു കയറുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ആരോഗ്യ പ്രവർത്തകർ അതിന് വ്യക്തമാക്കണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രയാസം എന്ന് വെച്ചാൽ വീട്ടിൻ്റെ ഉള്ളിൽ കടന്നു കയറുന്നുണ്ട്. അതേപോലെ നമ്മളെ കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളിൽ അപ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി ഞങ്ങൾക്ക് വേണം. പഞ്ചായത്ത് തലത്തിലാണെങ്കിലും പിന്നെ സർക്കാരിൻ്റെ തലത്തിലാണെങ്കിലും ആരോഗ്യ പ്രവർത്തകർ വന്ന് ഇതിനുള്ളൊരു പ്രതിവിധി ഞങ്ങൾക്ക് പറഞ്ഞു തരണം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം ഞങ്ങൾക്ക് ഒറ്റൊരു പ്രതിവിധിയിൽ ഉപ്പ് ഇട്ട് നശിപ്പിക്കുക എന്നുള്ള ഒരു മാർഗ്ഗം ഞങ്ങൾക്ക് കേൾക്കുള്ളൂ. അതിൻ്റെ പിറകിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ആഫ്രിക്കൻ വെച്ച് കഴിഞ്ഞാൽ രാക്ഷ വെച്ച് ഭീമന വെച്ച് എന്നെല്ലാം പറയലുണ്ട്. ഇത് ആദ്യം ചിത്താര കൊട്ടിലങ്ങാട് ഭാഗത്ത് മലേഷ്യയിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്നെല്ലാം മരം കൊണ്ടതുണ്ടായി മില്ലിൽ. ആ ഭാഗത്താണ് ഇപ്പോൾ ആദ്യം 2 കൊല്ലം മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൗവൽ പ്രദേശത്ത് വരെ ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മുട്ടയിട്ട് ഇങ്ങനെ പെരുകുകയാണ്. ഇത് ഓരോ മുട്ട 200 മുട്ട 1000 മുട്ടയിൽ ഇങ്ങനെ ഇടുന്നത് പെറ്റ് പെരുകയാണ്. മഴക്കാലത്താണ് കൂടുതൽ ഇതിൻ്റെ ശല്യം. മഴ കുറഞ്ഞതോടെ ഇത് മാലിന്യത്തിൽ ഒളിച്ച് നിൽക്കുന്നത്. മഴ പെയ്യുമ്പോൾ വീണ്ടും പുറത്തേക്ക് വരുന്നത്. രാത്രിയാണ് ഇത് കൂടുതലായിട്ട് ഇറങ്ങുന്നത്. റോഡിലെല്ലാം ഇറങ്ങിയിട്ട് ചത്തിട്ട് ഭയങ്കര ദുർഗന്ധം അനുഭവപ്പെടുന്നു. ഇവിടെയുള്ള ആളുകളുടെ കുടിവെള്ളം പോലും മുട്ടിക്കുന്ന രീതിയിലാണ് ഒച്ചിന്റെ ശല്യമുള്ളത്. എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ വേണമെന്നൊരു ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നത്. കാസർഗോഡ് നിന്നും KB ബൈജു, ന്യൂസ് 18. കൊല്ലം പിറവന്തൂരിൽ കുടുംബത്തിന്റെ പ്രധാന ഉപജീവന മാർഗമായിരുന്ന വളർത്തു പശു ഹൃദയാഘാതത്തെ തുടർന്ന് ചത്തു. 30 വർഷത്തിലേറെയായി പശു വളർത്തൽ തൊഴിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബത്തിനാണ് ഈ ദുരന്തമുണ്ടായത്. ഉഷസ് വീട്ടിൽ മോഹൻദാസിന്റെ വളർത്തു പശുവാണ് ഹൃദയാഘാതത്തെ തുടർന്ന്
ചത്തത്. ഈ കുടുംബത്തിന്റെ പ്രധാന ഉപജീവന മാർഗമായിരുന്നു ഇത്. ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് ആവശ്യമായ സഹായം ലഭ്യമാക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉയർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ 14 ലിറ്ററോളം കറക്കുന്ന ഒരു പശുവാണ്. ഇപ്പം പെട്ടെന്ന് ഉണ്ടായത് അറ്റാക്കാണ്. ശരിക്കും ഇപ്പോൾ ഡോക്ടർ വന്നത് കൺഫേം ആക്കിയിട്ട് പോവുകയുള്ളൂ. അപ്പോൾ അവരുടെ ഒരു വരുമാനം ആണ് ഇപ്പോൾ നിലച്ചിരിക്കുന്നത്. കാരണം അത്രമാത്രം അവർ 5 വർഷക്കാലമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പശുക്കുട്ടിയായിരുന്നു. 4 പ്രസവം ഇതിടയ്ക്ക് നടന്നു. 3 പ്രസവം നടന്നതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പശുക്കുട്ടിയെ ഒരു അമ്മമ്മക്കാവിൽ കൊടുക്കുകയും വരെ ചെയ്തതാണ്. പക്ഷേ അവർക്ക് ആകെ ഒരു വരുമാനത്തിൻ്റെ ഭാഗമായിരുന്നത് പെട്ടെന്ന് നഷ്ടപ്പെട്ടതിലുള്ള അകാരണ ദുഃഖം അവരുടെ ഇടയിലുണ്ട്. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്. സ്പെഷ്യൽ ഡേയിലേക്ക്. പോത്തൻകോട് സ്വദേശികളായ ശരത് കവിത ദമ്പതികളുടെ മക്കൾ ശ്രിയ കൃഷ്ണന്റെയും ശ്രിയാൻ കൃഷ്ണന്റെയും ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അച്ചു, പിങ്കി, അമ്മൂമ്മ, അപ്പൂപ്പൻ, കഠിനംകുളത്തെ അപ്പൂപ്പൻ തുടങ്ങിയവരാണ്. ശ്രിയയ്ക്കും ശ്രിയാനും ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. കരമനയിൽ നിന്നുള്ള അമൃത് സാഗറിന്റെ 14ാം പിറന്നാളാണിന്ന്. ന്യൂസ് 18ന്റെ ഓഫീസ് സ്റ്റാഫ് സാഗറിന്റെ മകനാണ് അമൃത്. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അച്ഛൻ സാഗറും അമ്മ രമ്യ സാഗറുമാണ്. അമൃതിന് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.